പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 3-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 143-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ, നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. ദൈവമക്കൾക്ക് ഈ ലോകം യോഗ്യമല്ല. യാതൊരു കാരണവുമില്ലാതെ അവർ നിരന്തരം ശത്രുക്കളാൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷിക്കുവാനായി പാടുപെട്ടിരുന്ന ഭക്തന്മാർ കാടുകളിലും മലകളിലും പാറകളുടെ പിളർപ്പുകളിലും അഭയം തേടിയിരുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദാസനായ ദാവീദിനെ കൊല്ലുവാൻ അന്വേഷിച്ച് ശൗൽ രാജാവ് ദേശത്തെല്ലാം തൻ്റെ പട്ടാളക്കാരെ അയക്കുകയും കൊണ്ടേയിരുന്നു. കൂടാതെ ദാവീദിനെ വകവരുത്തുവാൻ രാജാവ് തന്നെ നേരിട്ട് ഇറങ്ങിയ നിരവധി സന്ദർഭങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. ദാവീദിന് തൻ്റെ ഭവനവും ദേശവും സ്വന്തം രാജ്യവും എതിരായി തീർന്നപ്പോൾ തനിക്ക് ഒരിടത്ത് നിന്നും നീതി ലഭിക്കുകയില്ലെന്നും ഒളിവ് ജീവിതം നയിക്കുവാൻ പോലും ദേശത്ത് സാധ്യമല്ല എന്ന് താൻ തിരിച്ചറിഞ്ഞു. താൻ പ്രാണരക്ഷാർത്ഥം അയൽ രാജ്യത്ത് അഭയം പ്രാപിച്ചെങ്കിലും അവരും കൈയൊഴിഞ്ഞു. മറ്റൊരിക്കൽ തൻ്റെ സ്വന്തം മകനായ അബ്സലോം തനിക്കെതിരായി തീരുകയും രാജ്യത്തെ ഭരണം സംവിധാനങ്ങളും നിയമങ്ങളും എല്ലാം തൻ്റെ വരുതിയിൽ വരുത്തി ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ ദാവീദിന് സിംഹാസനം വിട്ട് കാട്ടിലേക്ക് ഓടേണ്ടതായി വന്നു. തനിക്ക് ഒളിക്കുവാനും രക്ഷപ്പെടുവാനും ഈ ഭൂമിയിൽ ഒരിടവും ഇല്ല എന്ന നിലയിൽ എത്തിച്ചേർന്നപ്പോൾ ഭക്തൻ മറവിനായി ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവം തനിക്ക് അഭയം അരുളുകയും ചെയ്തു. ആമേൻ എന്നാണ് സങ്കീർത്തനക്കാരൻ ആമേൻ ഇവിടെ വിവരിക്കുന്നത്, അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങളിൽ കൂടെ ദൈവജനം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങനെയെല്ലാം ആമേൻ സ്തോത്രം ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതത്തിലും ആമേൻ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ? കടക്കാരുടെ ഭീഷണി, തലമുറകളുടെ വെല്ലുവിളികൾ, സഹോദരങ്ങളുടെ അസൂയയോടുകൂടെയുള്ള ഇടപെടലുകൾ, സ്നേഹിതരുടെ പരിഹാസങ്ങൾ, ഇങ്ങനെ ലോകം മുഴുവനും ഒരു ആമേൻ സ്തോത്രം ദൈവഭക്തനെതിരായി തീരുകയും ഈ ഭൂമിയിൽ തനിക്കൊരു സുരക്ഷിതത്വം ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഭക്തൻ്റെ ഉറച്ച വിശ്വാസമാണ് തനിക്ക് ദൈവത്തിൻ്റെ അടുക്കൽ ഒരു മറവിടവും കരുതലും ഉണ്ട് എന്നുള്ളത്. ആമേൻ. ഭക്തന്മാരുടെ ആ ഉറപ്പും വിശ്വാസവും നിഷ്ഫലമല്ല എന്നും ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നു. ദൈവം തൻ്റെ മക്കളെ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നും തിരുവചനം നമുക്ക് നല്ല ഉറപ്പ് തരുന്നുണ്ട്. ആമേൻ. ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും എത്തിപ്പെടുവാനോ അടുത്ത് ചെല്ലുവാനോ കഴിയാത്ത ഒരു മറവിടം ദൈവസന്നിധി മാത്രമാണ്. ആമേൻ. അതിനെ അത്യുന്നതൻ്റെ മറവെന്ന് ഭക്തന്മാർ വിളിച്ചിരിക്കുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും അല്ലാതെ മറ്റാരെങ്കിലും അവിടേക്ക് അടുത്താൽ അവർ തക്ഷണം മരണപ്പെടും. നാദാബ്, അബീഹു, ഹോരകും സംഘവും തുടങ്ങിയവർ എല്ലാം അങ്ങനെ കൊല്ലപ്പെട്ടവരായി ആമേൻ സ്തോത്രം നമുക്ക് കാണുവാനിടയാകുന്നുണ്ട്. ഇന്ന് ആമേൻ അക്ഷരീയമായി ഒരു ആലയമോ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട ദൈവസാന്നിധ്യമോ ഇല്ല. പകരം നാം ഹൃദയപൂർവ്വം നിലവിളിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യം വെളിപ്പെടും. ആമേൻ.
ദൈവസാന്നിധ്യം വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ആമേൻ. ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ തൻ്റെ ഭക്തന്മാരെ ദൈവം മറയ്ക്കും എന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. 32-ാം സങ്കീർത്തനക്കാരൻ പാടുന്നത് ഇങ്ങനെയാണ്: നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്നും രക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും എന്നും ദൈവവചനം പറയുന്നു. ദൈവസന്നിധിയിൽ മറവിനായി അടുത്തു ചെല്ലുന്നവരെ വിവിധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ദൈവം മതിയായവനാണ്. ആമേ. കോഴി കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുവാൻ കഴുകൻ പറന്ന് വരുന്നത് കാണുമ്പോൾ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴെ ചിറകിൽ കീഴെ മറയ്ക്കുന്നത് പോലെ ദൈവം തൻ്റെ ഭക്തന്മാരെ തൻ്റെ ചിറകിൽ കീഴെ മറയ്ക്കുക തന്നെ ചെയ്യും. ആമേൻ. ആകയാൽ പ്രിയ ദൈവപൈതലേ, ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിലും എണ്ണമറ്റ പ്രതികൂലങ്ങളിലും കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ മറവിനായി നമുക്ക് അടുത്തു ചെല്ലാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ശത്രുവിൻ്റെ വെല്ലുവിളികൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, എല്ലാം സ്തോത്രം നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത ഏതൊക്കെ പ്രതികൂലങ്ങൾ വരുന്നോ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറവിനായി നാം അഭയം പ്രാപിച്ചാൽ നിശ്ചയമായും നാം നിലവിളിച്ചാൽ ദൈവം നമുക്ക് സംരക്ഷകനായി തീരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പലവിധമായ പ്രതിസന്ധികളുടെ നടുവിൽ അയ്യോ എനിക്ക് ഈ വിഷയത്തിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുകയില്ലയോ, സ്തോത്രം, ഈ കഷ്ടതയിൽ നിന്നും എനിക്ക് കരകയറുവാൻ കഴിയുകയില്ലയോ എന്നോർത്ത് ഭാരപ്പെടുന്ന പ്രിയ ദൈവപൈതലേ, ഇന്ന് പ്രഭാതം യഹോവയെ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ, നിൻ്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു എന്ന് ഭക്തൻ പാടിയതുപോലെ നമുക്കും ഇന്ന് പ്രഭാതം ദൈവസന്നിധി നമുക്ക് പാടാം. നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അതാ ഈ പ്രഭാതം ഒരു അഭയത്തിനായി, കർത്താവ് ഒരു മറവിനായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അനവധി രോഗബലഹീനതയിൽ കൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഒരു രക്ഷയ്ക്കായി, ഒരു കരുതലിനായി, ഒരു സംരക്ഷണത്തിനായി, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ഒരു സഹായത്തിനായി നിലവിളിക്കുന്നതിൻ്റെ ഭക്തന്മാരുടെ നിലവിളി നിരസിക്കാതെ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ പകരണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ പ്രഭാതത്തിൽ മറവിനായി തിരുപാദപീഠത്തിൽ തന്നെ അഭയം പ്രാപിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.